ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചെറിയ പഴം, റോബസ്റ്റ പഴം വെച്ച് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണിത്. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നന്നായിട്ട് പഴുത്ത 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ആ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അത് കണക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് അതിന് പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള പഴമില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ പഴത്തിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ബൗൾ റവ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 4 സ്പൂണിൻ്റെ അടുത്ത് കേട്ടോ, 3-4 സ്പൂൺ ചിരകിയ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരിക്കൽ കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെയൊക്കെ തേങ്ങയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ റവയൊക്കെ നല്ല സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ പാലൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 3-4 സ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒത്തിരി മധുരം ഇട്ട് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് 1 നുള്ളി ഏലക്കപ്പൊടി 1 നുള്ളി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളി ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിനൊക്കെ വഴറ്റി മിക്സാക്കി എടുക്കുന്നുണ്ട്. ആ റവയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ആ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവമില്ലേ, ആ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇന്ന് ചൂടാറിയതിന് ശേഷം ചെറിയ ചൂടോടുകൂടി നമുക്കിതെല്ലാം ബോൾസുകളാക്കി എടുക്കുന്നുണ്ട്. ഇതെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബനാന ബോൾസ് ഇല്ലേ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. ഒരു ഗോൾഡൻ നിറമാകുന്നവരെ ആ നെയ്യിലിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരേ കണക്ക് ഇഷ്ടമാകുന്നൊരു സ്നാക്സാണ് കേട്ടോ. ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ആക്കാൻ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.